എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ നൈറ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിട്ടുപോയ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ സ്വാപ്പ് ചാർജും അതുപോലെ കമ്മീഷനും, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിലും കൂടി പറയുന്നതാണ്. എന്താണ് സ്വാപ്പ് ചാർജസ്, എങ്ങനെ വരുന്നത്, അതുപോലെ കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു നോർമൽ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാപ്പ് ചാർജസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഓക്കെ, മേ ബി കമ്മീഷൻ ഉണ്ടാവും. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സീറോ സ്പ്രെഡ് അക്കൗണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ കമ്മീഷൻ ഉണ്ടാവും. അതുപോലെ സ്പ്രെഡ് അക്കൗണ്ടിലാണെങ്കിൽ കമ്മീഷൻ എന്ന രീതിയിൽ വരാൻ ചാൻസ് ഇല്ല. അല്ലാത്ത അക്കൗണ്ട്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രോപ്പ് ഫോംസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കമ്മീഷനും ഉണ്ടാവും, അതുപോലെ സ്വാപ്പ് ചാർജസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലോട്ടിന് ബൈ ചെയ്യുന്ന സമയത്ത് ഇത് $3 നിങ്ങൾക്ക് കമ്മീഷനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ സെല്ല് ചെയ്യുമ്പോഴും അതേപോലെ $3 പോകുന്നത് സാധാരണ രീതിയിൽ. ഓക്കെ, 1 ലോട്ട്, നമ്മൾ ഒരു ലോട്ടാണ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു $6 നമുക്ക് കമ്മീഷനായിട്ട് പോകുന്നതാണ്. ബൈ ചെയ്ത ആ ഒരു ലോട്ട് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴും ആ ഒരു $3 പോകും, അതേപോലെ ബൈ ചെയ്യുമ്പോഴും $3 പോകും. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഒരൊറ്റ എൻട്രിത്തെ നമുക്ക് ഏകദേശം $6 പോകുന്നുണ്ട് ഒരു ലോട്ടിന്. ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ലോട്ടൊന്നും എടുക്കാൻ നിൽക്കില്ല, മാക്സിമം 5 ലോട്ട് എന്ന രീതിയിൽ എടുക്കും. ഒരു പെയർ തന്നെ 5 ലോട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് $6 5 ലോട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു $30 ഒരു പെയറിൽ തന്നെ പോകും. അപ്പോൾ നമുക്കറിയാം കോമ്പറ്റീഷൻ അക്കൗണ്ടിൽ നമുക്ക് മാക്സിമം ഇൻഡെക്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ആണെങ്കിൽ മൂന്ന് പെയേഴ്സ് വരെ നമുക്ക് മാക്സിമം കൊണ്ടുപോകാമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇൻഡെക്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ആണെങ്കിൽ ഈ ഒരൊറ്റ എൻട്രിയിൽ തന്നെ നമ്മൾ 5 ലോട്ടിട്ട് മൂന്ന് പെയേഴ്സായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $90 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇപ്പോൾ കറൻസി പെയർ ആണെങ്കിൽ നമുക്ക് 5 കറൻസി പെയേഴ്സ് വരെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഏകദേശം കമ്മീഷൻ മാത്രം $150 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ 5 ലോട്ട് വെച്ച് 5 കറൻസി പെയേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ $150 വരെ പോകാം. ഓക്കെ, അത് നിങ്ങൾ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്താലും ശരി, ലോസിൽ ബുക്ക് ചെയ്താലും ശരി, ആ ഒരു എമൗണ്ട് കമ്മീഷൻ എന്ന രീതിയിൽ പോയിരിക്കും. ഇനി സ്വാപ്പ് ചാർജസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വാപ്പ് ചാർജസ് എന്താണെന്ന് അറിയാത്തവർക്ക് കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കറൻസി പെയർ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും ബേസ് കറൻസി, കോഡ് കറൻസിയുടെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സ്വാപ്പ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ബേസ് കറൻസി കോഡ് കറൻസിയേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലോ കുറവോ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവ് സ്വാപ്പ് ചാർജസ് എന്ന രീതിയിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഒരു അറിവിൽ 1-2 കറൻസി പെയർ, മാക്സിമം 3 കറൻസി പെയറുകൾ മാത്രമേ പോസിറ്റീവായിട്ടുള്ള സ്വാപ്പ് ചാർജ് നമുക്ക് നൽകുന്നുള്ളൂ. GBP പെയേഴ്സ് ഏതോ ഒരു 2-3 മാത്രം, 2 പെയർ മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. ഓക്കെ, സ്വാപ്പ് ചാർജ് ഒരു ലോട്ടിൽ നമ്മൾക്ക് ഒരു സ്വാപ്പ് ചാർജസ് പോസിറ്റീവ് സ്വാപ്പ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോട്ടിൽ ഒരു $16 വരെ നമുക്ക് സ്വാപ്പ് ചാർജ് കിട്ടുന്നുണ്ട്. പ്ലസ് ആണ് നമ്മൾ ഒരു ദിവസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വാങ്ങിച്ചിട്ട് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള 1-2 പെയേഴ്സ് മാത്രമേ ഉള്ളൂ. ബാലൻസ് എല്ലാ പെയേഴ്സും നെഗറ്റീവ് സ്വാപ്പ് ചാർജാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം തൊട്ടടുത്ത ദിവസം 24 hours കഴിഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചാർജ് ഒരു ലോട്ടിന് ഏകദേശം $33 സ്വാപ്പ് ചാർജസായി വരുന്നുണ്ട്. ഓക്കെ, ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. സ്വാപ്പ് ചാർജസ് ഉണ്ട്. സോ 5 ലോട്ടാണ് നമ്മൾ ഒരു കറൻസി പെയറിൽ 5 ലോട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം $165 നമുക്ക് ഒരു കറൻസി പെയർ 5 ലോട്ട് ഇടുന്ന ഒരു കറൻസി പെയറിന് മാത്രം പോകും. $165 എന്ന് പറയുന്നത് നമ്മളൊരു 4-5 കറൻസി പെയർ ആണ് വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്യുക. നമ്മൾ 5 ഹോൾഡ് ചെയ്യില്ല, മിക്കവാറും ഒരു 2-3 കറൻസി പെയർ ഹോൾഡ് ചെയ്താൽ പോലും ഒരു 4 കറൻസി പെയേഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ലോട്ട് വെച്ച് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം $660 ഒരു ദിവസം തന്നെ സ്വാപ്പ് ചാർജസ് എന്ന രീതിയിൽ നമുക്ക് ലോസ് ആണ്. ഓക്കെ,
ഇതിൻ്റെ പ്രശ്നം എങ്ങനെയാണ് വരുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോസിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ പെർസെൻറ്റേജ് ഇപ്പോൾ 10% നമുക്ക് ഓവറോൾ ലോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 9% വരെ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ 9% കൂടെ ഈ സ്വാപ്പ് ചാർജും കൂടി ആഡ് ആയിക്കഴിഞ്ഞാൽ 10% ആവുന്ന ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കട്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് നിങ്ങൾ ഒരു ദിവസത്തെ സ്വാപ്പ് ചാർജാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം $1,500 ലോസിലേക്ക് വരാം. $1,500 ലോസ്. അത് എത്ര ആ ലോട്ട് ഇട്ടാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓരോ കറൻസി പേഴ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക $2,000 പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഹോൾഡ് ചെയ്ത് വെക്കുന്ന തോറും നിങ്ങൾക്ക് സ്വാപ്പ് ചാർജസിലൂടെ ഈ പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് ലോസ് ആവുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ കൂടെ ഈ ഒരു സ്വാപ്പ് ചാർജ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക പ്രോഫിറ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നിങ്ങൾക്ക് കൂടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യും തോറും അത് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഈ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പ് ഫോമിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം. നോർമലായിട്ട് എടുക്കുന്ന അക്കൗണ്ടുകളിൽ ഇങ്ങനത്തെ ഒരു സ്വാപ്പ് ചാർജസ് ഉണ്ടാവില്ല. അധികവും അവരുടെ വെബ്സൈറ്റ് നോക്കി തന്നെ അറിയാൻ പറ്റും, ഫ്രീ സ്വാപ്പ് ചാർജസ് എന്ന രീതിയിലേ പറയുള്ളൂ. പക്ഷേ പ്രോപ്പ് ഫോംസിൻ്റെ കേസിൽ ഇതുപോലെ സ്വാപ്പ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പറയുക കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. എന്താ പറയുക കമ്മീഷനും സ്വാപ്പ് ചാർജസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മുടെ ലോസ് എന്ന് പറയുന്നതിൽ ആഡ് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക, നമ്മൾ ഹോൾഡ് ചെയ്യണോ അതോ അന്നന്ന് എക്സിറ്റ് ചെയ്യണോ, ഇൻട്രാഡേ എന്ന രീതിയിൽ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഇതും നമ്മുടെ എന്താ പറയുക നമ്മുടെ ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാപ്പ് ചാർജസ് എന്ന് പറയുന്നത്. പിന്നെ കമ്മീഷൻ വെറുതെ ഓരോ പ്രാവശ്യം ഓരോ ലോട്ടിനും നിങ്ങൾ എൻട്രി ഇട്ട് ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് ലോസ് ആ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് $6 പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ $50 5 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ $50 ഉണ്ടാക്കുന്നതും 5 പ്രാവശ്യം നിങ്ങൾ ട്രേഡ് ചെയ്ത് എന്താ പറയുക ഏകദേശം ഒരു $30-40 ലോസ് ചെയ്യുന്നതും രണ്ടും എന്താ പറയുക ഏകദേശം പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.